ഇതെവിടെ പോയി? സാധാരണ ഇവിടെ കാണാറുള്ളതാണല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. ഞങ്ങള് പേടിച്ചു പോയി. പേടിക്കാൻ എന്താ? എന്നെ ഇന്നേവരെ കണ്ടിട്ടില്ലേ? ഉണ്ട്, അതുകൊണ്ടാണല്ലോ വീണ്ടും വന്നത്. എന്തിനാ ചിരിക്കുന്നത്? എന്റെ പക്കൽ ഈ കഥകളൊന്നും ഇല്ലായിരുന്നേ. ഞാനിവിടെ പട്ടിണി കിടന്ന് മരിച്ചു പോവായിരുന്നല്ലോ എന്നോർത്ത് ചിരിച്ചതാ. അത് നേരാ. അതൊക്കെ പോട്ടെ, നാട്ടിൽ എന്തുണ്ട് വിശേഷം? നാട്ടിലെ വിശേഷമൊക്കെ കണക്കാ. എന്നും പ്രശ്നങ്ങളാ. എന്ത് പ്രശ്നം? കളവ്, അക്രമം, കൊല, അങ്ങനെ സകലമായ പ്രശ്നങ്ങളും ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് ചിരിക്കുന്നതും തനിയെ സംസാരിക്കുന്നതുമായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങൾക്ക് ഇരുട്ട് മുമ്പ് തിരിച്ചു പോണം. ഒരു കഥ പറഞ്ഞതാ ഭ്രാന്ത. ഭ്രാന്ത് അങ്ങനെയൊന്നില്ല പെണ്ണെ. ഞാൻ പറയുന്നത് എന്തെന്ന് നിനക്കോ നീ പറയുന്നത് എന്തെന്ന് എനിക്കോ മനസ്സിലാവാത്തത് എങ്ങനെ ഭ്രാന്താകും? ഇനി ഞാൻ പറയുന്നതൊക്കെയാണ് ശരിയെങ്കിൽ ഭ്രാന്ത് എനിക്കോ നിനക്കോ? അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. എന്റെ പൊന്നു ഭ്രാന്ത, ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തന്നെ. അതവിടെ നിൽക്കട്ടെ. എന്താ ഇരുട്ട് മുമ്പ്? ഇരുട്ടിയ പ്രേതം പിടിക്കുമോ? ഏയ്, പ്രേതമല്ല, മനുഷ്യൻ പിടിക്കും. തക്കം പാർത്തിരിക്കുക ഓരോരുത്തര്. ശരിക്കും പറഞ്ഞ പേടിയാ. അത് ശരിയാ. ചത്തവരെ പേടിക്കണ്ട, ജീവിച്ചിരിക്കുന്നവരെ പേടിച്ചാൽ മതി. അപ്പോ പേടിയാണ് പ്രശ്നം. എന്നാ ഇന്നത്തെ കഥ ഒരു ധൈര്യശാലിയുടേതായാലോ? എന്തായാലും നല്ല കഥയായാ മതി. ശരി, ഞാനൊരു സ്ത്രീയുടെ കഥ പറയാം. പഴകും തോറും വീര്യം കൂടുന്ന കഥ. പാഞ്ചാല ദേശത്തെ പ്രിയ രാജകുമാരിയുടെ കഥ. 8 ദിക്കും പൊട്ടുമാറ് യുദ്ധം നടക്കാൻ കാരണമായുള്ള കഥ. പാഞ്ചാലിയുടെ കഥ. നിന്റെ സമ്പത്ത്, രാജ്യം, ആയുധങ്ങൾ, എന്തിന് സഹോദരങ്ങളെ പോലും നഷ്ടമായി. ഇനി എന്തുണ്ട് നിന്റെ പക്കൽ? ഇനി ഞങ്ങളുടെ പക്കൽ ഒന്നും തന്നെ ഇല്ല. പ്രിയ ധർമ്മപുത്ര, നിങ്ങൾക്ക് തെറ്റ് പറ്റി. ഏറ്റവും മൂല്യമേറിയത് ഇപ്പോഴും നിങ്ങളുടെ പക്കൽ തന്നെ ഉണ്ടേ. ആ ധിക്കാരിയായ പാഞ്ചാലിയെ ചോദിക്കൂ പുത്ര. പാഞ്ചാലി, നീ നിന്റെ വാക്കുകളെ ശ്രദ്ധിക്കൂ. പാഞ്ചാലിയെ പന്തയം വെക്കൂ യുധിഷ്ഠിര. വാഗ്വാദത്തിനുള്ള സമയമല്ലിത്. വെറും അടിമയാണ് നീ. ഇനി നിങ്ങളുടെ ഊഴം.
ദുശാസന, കൊണ്ടുവാ അവളെ. നോക്കൂ ദ്രൗപദി, നിന്റെ 5 പതികളുടെയും അവസ്ഥ. പ്രിയപുത്രി ദ്രൗപദി, നിനക്ക് കേവലം ദാസിയായി മാറേണ്ടെങ്കിൽ ദുര്യോധനന്റെ അടുക്കൽ അഭയം പ്രാപിച്ചാലും. വരൂ ദാസി, ആസനസ്ഥയായാലും. മൂഢനായ ദുര്യോധന, നാം യാഗഗ്നിയിൽ നിന്നും ജന്മമെടുത്ത യജ്ഞസേനിയാണ്. അഗ്നിയെ ഒരിക്കലും ആർക്കും ബന്ധിക്കാൻ സാധ്യമല്ല. നമ്മെ ദാസിയാക്കാൻ നിനക്കും സാധിക്കില്ല. ധിക്കാരി, നിന്റെ ദാസ്യത്തിനൊരറുതി ഞാൻ തന്നെ വരുത്താം. അതിന്റെ പ്രഥമ ലക്ഷണം മുഖത്താണ് കാണുക. ദുശാസന, ഈ അഹങ്കാരിയായ സ്ത്രീയുടെ മുഖമൊന്ന് ഉയർത്തി കാണിക്ക്.
അറിഞ്ഞും അറിയാതെയും എണ്ണമറ്റ സ്ത്രീകൾ. യുഗങ്ങൾ അവസാനിക്കും വരെയും ഈ ചൂഷണം തുടരും. രക്ഷിക്കാനായി ആരും തന്നെ വന്നെന്ന് വരില്ല. അതുകൊണ്ടാവാം ദ്രൗപദിയുടെ കഥയെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നോണം ആ ഭ്രാന്തൻ അല്ല, ആ മനുഷ്യൻ മാറ്റി പറഞ്ഞത്. കേട്ടിട്ടില്ലേ, നിനക്ക് നീ തന്നെ തുണ.